വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു PYQ ആണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണിത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, മോർ വീഡിയോസ് കാണുക. പിന്നെ പോരാത്തതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം പീരിയഡ് ഓഫ് ടേം ഡെപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം പീരിയഡ് ഓഫ് ടേം ഡെപ്പോസിറ്റ് ഏതാണ്? 7 days to 10 years എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. 7 days to 10 years എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്, മിനിമം ആൻഡ് മാക്സിമം പീരിയഡ് ഓഫ് ടേം ഡെപ്പോസിറ്റ്. അപ്പോൾ ടേം ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ടേം ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത്. FD ആർക്കൊക്കെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ഓപ്പൺ ചെയ്യാം, ഫേംസിന്, പിന്നെ കമ്പനീസിനും ട്രസ്റ്റിനും സൊസൈറ്റീസിനും ഒക്കെ തന്നെ എന്ത് ഓപ്പൺ ചെയ്യാം? FD അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാം. FD അക്കൗണ്ട്സ് ക്യാൻ ബി ഓപ്പൺഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഫേംസ്, കമ്പനീസ്, ട്രസ്റ്റ്, സൊസൈറ്റീസ് എക്സെട്ര. പിന്നെ മിനിമം പീരിയഡ് പറയുന്നത് 7 days, മാക്സിമം പീരിയഡ് 120 months പറയണത് ആസ് പെർ RBI ഗൈഡ് ലൈൻസ് ആണ്. പിന്നെ ബാങ്ക്സ് ക്യാൻ ഫിക്സ് എ ഹയർ മിനിമം പീരിയഡ് സേ 15 days ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓർ ലോവർ മാക്സിമം പീരിയഡ് സേ 5 years സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദ മിനിമം പീരിയഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 7 days ആവാൻ പാടില്ല. ഓർ ദ മാക്സിമം പീരിയഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 years ആവാൻ പാടില്ല എന്ന് റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ ഫിക്സഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് FDക്ക് കൊടുക്കുക. റേറ്റ് ഫോർ ദ എൻറ്റയർ പീരിയഡിന് ഒരുമിച്ചാണ് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കൂടും കുറയൊന്നുമില്ല. തുടങ്ങുന്ന സമയത്ത് എന്താണോ ഇൻട്രസ്റ്റ് റേറ്റ് അതായിരിക്കും അവസാനിക്കുമ്പോഴും കിട്ടാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് വൺസ് ഫിക്സഡ് അറ്റ് ദ ടൈം ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ അക്കൗണ്ട് വിൽ റിമൈൻ ദ സെയിം ആൻഡ് വിൽ നോട്ട് ഫ്ലക്ച്വേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻസ്. എമൗണ്ട് ഓഫ് FD ഈസ് ഓൾസോ ഫിക്സഡ് ആണ്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇടുകയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് വേറൊരു FD ആയിട്ട് തുടങ്ങാനേ പറ്റുള്ളൂ. ടെന്നൂറും പറയുന്നത് അപ്പം തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അത് നമുക്ക് ഇങ്ങനെ പ്രീമേച്ചർ ക്ലോഷർ വേണമെങ്കിൽ നടത്താം, ചെറിയൊരു പെനാൽറ്റി ഈടാക്കുന്നേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നു. പിന്നെ FDയുടെ റിസിപ്റ്റിനെ കുറിച്ച് പറയേണ്ടത് FD റിസിപ്റ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്, നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് FDR എന്നത് നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റർക്ക് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ഹാഫ് ക്വാർട്ടർലി ഇൻ്റർവെൽസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുക. അത് ചിലവർ പിന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, കസ്റ്റമേഴ്സ് തന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്യും. ചിലപ്പോൾ മന്ത്ലി ബാങ്കിലേക്ക് വരണമെന്ന് പറയും, അല്ലെങ്കിൽ ഇയർലി ആഡ് ഓൺ ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. പിന്നെ ഫെസിലിറ്റി ഓപ്പണിംഗ് ജോയിൻ്റ് അക്കൗണ്ട് ഓൾസോ അവൈലബിൾ ആണ്. FDയിൽ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ആർക്കൊക്കെയാണ് FDയിൽ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അക്കൗണ്ട് ഹോൾഡേഴ്സിനും മാത്രമേ എന്തുള്ളൂ, നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ മൈനർക്ക് FD ഒക്കെ തുടങ്ങാം, പക്ഷേ ഓൺ ബിഹാഫ് ഓഫ് ദ ഗാർഡിയൻ ആണ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പെർമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ബിസിനസ്സും അങ്ങനത്തെ ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഒന്നും അവൈലബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ FD അക്കൗണ്ട്, സാധാരണ അക്കൗണ്ട് 10 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, 10 വയസ്സിന് മുകളിലുള്ള RBIയുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് പോലത്തെ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല, അതും കൊടുക്കും. ഓൺ ബിഹാഫ് ഓഫ് ദ പാരൻസ് ആണെങ്കിൽ കൊടുക്കും എന്ന് പറയാം. പിന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. FD വെച്ചിട്ട് ലോൺ നമുക്ക് ആ എമൗണ്ടിൽ ലോൺ എടുക്കാം. അങ്ങനെ ലോൺ എടുക്കുമ്പം അവരൊരു 1 to 2% ഹയർ ദാൻ നമുക്ക് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു ടേം ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളത് മോണിറ്ററി പോളിസി കമ്മിറ്റി RBI കൺസിസ്റ്റ് ഓഫ് എത്ര മെമ്പേഴ്സ് ആണെന്നാണ്. 6 ആണ് ഉത്തരം. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് RBI കൺസിസ്റ്റ് ഓഫ് 6 members ആണ്. അപ്പോൾ RBIയുടെ 3 പേരും പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 3 പേരുമാണ് ഈ 6 പേരെന്ന് പറയുന്നത്. അത് അക്കോർഡിംഗ് ടു 42B(2) RBI ആക്ട് പറയുന്നത് MPC ഷോൾ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ്, നെയിംലി ഒന്ന് ദ ഗവർണർ ഓഫ് RBI, ചെയർപേഴ്സൺ എക്സ് ഒഫീഷ്യോ ആയിരിക്കും, ചെയർപേഴ്സൺ ഗവർണർ ആയിരിക്കും, ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ വേറൊരു മെമ്പറും എക്സ് ഒഫീഷ്യോ ആയിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ 3 ആളാണ് പിന്നെ RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതേപോലെ തന്നെ എക്സ് ഒഫീഷ്യോ ആയിട്ട് RBI നോമിനേറ്റ് ചെയ്യുന്നൊരു സെൻട്രൽ ബോർഡ് മെമ്പറും ഉണ്ടാവും. അങ്ങനെ 3 ആളാണ് ഉണ്ടാവുക. 3 persons സെൻട്രൽ ഗവൺമെൻറ് നോമിനീസാണ് ഉണ്ടാവുക എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടതാണ് 45ZB ആണ് കേട്ടോ. 45ZB ആണ്
ഓക്കെ, ആ 42 B2 എന്നുള്ളത് നമുക്ക് മാറ്റണം. അവിടെ 45 ആണ്, 45 ZB എന്നാണ് കാണപ്പെടുന്നത്. ചില പുസ്തകങ്ങളിൽ ഇങ്ങനെയും കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം 45 ZB എന്ന് പഠിക്കാം. അത് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. 45 ZB എന്നാക്കാം. 45 ZBയിലാണ് അങ്ങനെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. RBI ഗവർണർ, ഡെപ്യൂട്ടി ഗവർണർ ആൻഡ് അനദർ ഒഫീഷ്യൽ ഓഫ് RBI, ഇങ്ങനെ 3 പേര് എന്ത് ചെയ്യുന്നു, RBIയുടെ ഭാഗത്തു നിന്നുണ്ടാവും. 3 പേഴ്സൺസ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും. പിന്നെ ഈ ഗവർണർ ഉണ്ടല്ലോ, RBI ഗവർണർക്ക് ഒരു കാസ്റ്റിംഗ് വോട്ടൊക്കെ നടത്താം. വല്ല ഡിസിഷൻസിൽ വല്ല ടൈം വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ട് നടത്താനുള്ള അധികാരം ഈ ഗവർണർക്കുണ്ട്. RBI ഗവർണറാണ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ 45 ZBയിൽ അതാണ് പറയണത്, അതൊന്ന് ഓർത്തിരിക്കുക. ചാപ്റ്റർ 3യിലാണ് പറയണത് ഇതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് റിഗാർഡിംഗ് NBFCs ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊപ്പോസൽ ഓഫ് ബാഡ് ബാങ്ക് സ്കീം വാസ് സബ്മിറ്റഡ് ബൈ. പ്രൊപ്പോസൽ ബാഡ് ബാങ്ക് സ്കീം സബ്മിറ്റ് ചെയ്തത് ആരാണ്? SBI ആണോ, നീതി ആയോഗ് ആണോ, നബാർഡ് ആണോ, IBA ആണോ എന്നാണ് ചോദ്യം. ബാഡ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ബാഡ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ബാഡറ്റ് ഏറ്റെടുത്ത് അവരത് റിക്കവർ ചെയ്ത് കൊടുക്കാം. അതാണ് ബാഡ് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്കിന് കോടികളോളം കടങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമല്ലോ. അതിനുള്ള ഒരു സജഷൻ ആരാണ് ആദ്യമായിട്ട് പ്രപ്പോസൽ വെക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യയിലും ബാഡ് ബാങ്ക് സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള NARCL ആണ് കേട്ടോ ആദ്യമായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ പ്രപ്പോസൽ വെച്ചത് IBA ആണ് പ്രപ്പോസൽ വെച്ചത്. പ്രപ്പോസൽ ഓഫ് ബാഡ് ബാങ്ക് സ്കീം വെച്ചത് IBA ആണ്. നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് NARCL ആണ് ഇന്ത്യാസ് ഫസ്റ്റ് ബാഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇത് 2021 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ടു അക്വയർ ആൻഡ് ഡിസ്പോസ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്തൊക്കെയാണ് അവരുടെ കീ റോൾസ് എന്ന് നോക്കാം. പർച്ചേസ് ഓഫ് ബാഡ് ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബാഡ് ലോൺസ് പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് മാനേജ് ആൻഡ് റിക്കവർ വാല്യൂ ഫ്രം ദീസ് ഡിസ്ട്രസ്ഡ് അസറ്റിൽ നിന്നും വാല്യൂ റിക്കവർ ചെയ്യാനും മാനേജ് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് മെക്കാനിസം എങ്ങനെയാണെങ്കിൽ 15% ലോൺ വാല്യൂ ക്യാഷായിട്ട് കൊടുക്കും. ബാക്കി കിട്ടിയിട്ട് വേണം 85% പെയ്ഡ് ത്രൂ ഗവൺമെൻറ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ബോംബെയാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ നാഷണൽ അസറ്റ് മുംബൈയാണ് ആസ്ഥാനം. നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് NARCL 2021 ഫോം ചെയ്തത്. എന്തിനാണ്? അക്വയർ ആൻഡ് ഡിസ്പോസ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓണർഷിപ്പ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 51% സ്റ്റേക്ക് ഹെൽഡ് ബൈ സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സ് ആയിരുന്നു, 51%. പിന്നെ 49% പ്രൈവറ്റ് ബാങ്കുകളാണ് എടുക്കുന്നത് കേട്ടോ. 51% സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക്സും 49% പ്രൈവറ്റ് ബാങ്കുകളും കൂടി എടുത്തിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഗവൺമെൻറ് എൻറ്റിറ്റി തന്നെയാണ്. ഇൻകോർപ്പറേറ്റ് ചെയ്തത് 7th July 2021 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഷെയർ ആരുടെയൊക്കെയാണെന്ന് ആലോചിക്കണം. 51% ആണെന്ത്, സ്റ്റേറ്റ് ഓൺഡ് ബാങ്കുകളുടെ ഉള്ളൂ. 49% സ്റ്റേക്ക് പ്രൈവറ്റ് ബാങ്കുകളുടെ കയ്യിലാണ്. അപ്പോൾ അതൊരു ഗവൺമെൻറ് എൻറ്റിറ്റി ആണെന്ന് ഗവൺമെൻറ് എൻറ്റിറ്റി തന്നെയാണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് മെജോറിറ്റി സ്റ്റേക്ക് കയ്യിൽ വെച്ചിരിക്കുന്നത്. ബാലൻസ് പ്രൈവറ്റ് ബാങ്ക്സും ഉണ്ട്, വിത്ത് കനറ ബാങ്ക് ബീയിങ് ദ സ്പോൺസർ ബാങ്ക്. അന്ന് കനറ ബാങ്കാണ് സ്പോൺസർ ബാങ്കായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് NARCLനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡാഷ് ഈസ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് ഹാവിങ് ബാലൻസ് ഇൻ ഇറ്റ്. ബാലൻസ് ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നാണ്? ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണോ, എൻഡോമെൻറ്റ് അക്കൗണ്ട് ആണോ? ഏത് അക്കൗണ്ടാണ്? നമുക്ക് ആലോചിച്ച് അറിയാൻ പറ്റുമല്ലേ. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം ഏതാ? ക്രെഡിറ്റ് കാർഡാണ് ഉത്തരം കേട്ടോ. ക്രെഡിറ്റ് കാർഡാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, എൻഡോമെൻ്റ് അക്കൗണ്ട് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, എൻഡോമെൻ്റ് എന്ന് വെച്ചാൽ ഗിഫ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് അക്കൗണ്ട് ഫോർ ഒരു ഡൊണേഷൻ അങ്ങനെയൊക്കെ തുടങ്ങുന്നതാണ് എൻഡോമെൻ്റ് അക്കൗണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് തുടങ്ങുക. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് വിച്ച് ഡിനോട്ട്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടൈപ്സ് ഓഫ് ലോൺ ആണോ, ഗ്യാരണ്ടി ആണോ, ഇൻഫോർമേഷൻ ടു പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണോ, ഇൻഫോർമേഷൻ ടു ബാങ്ക് ബാലൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒരു ഗ്യാരണ്ടി ആണ് കേട്ടോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒരു ഗ്യാരണ്ടി ആണ് എന്ന്
ഓർത്തിരിക്കുക. പിന്നെ ഇറ്റ് റിലേറ്റ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഫ്രം ബാങ്ക് ഗ്യാരണ്ടിയിങ് ദാറ്റ് ദ സെല്ലർ വിൽ റിസീവ് പേയ്മെൻറ്റ് ആസ് സർട്ടൻ ഡെലിവറി കണ്ടീഷൻസ് ഹാവ് ബീൻ മെറ്റ്. 4 പാർട്ടീസാണ്, ചില പുസ്തകങ്ങളിൽ 3 പാർട്ടീന്ന് കാണാറുണ്ട്. അതായത് പിന്നെ 2 ബാങ്കുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഇമ്പോർട്ടറുടെ ബാങ്കും വരും, ഒന്ന് എക്സ്പോർട്ടറുടെ ബാങ്കും വരും. അപ്പോൾ കോമൺ ആയിട്ട് ബാങ്ക് എന്ന് വെച്ചാൽ ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ, ബാങ്ക് എന്ന് വയ്ക്കുമ്പോൾ 3 പാർട്ടിയാണ്. അവരവരുടെ ബാങ്കിന് എടുത്ത് കാണിക്കുമ്പോൾ 4 പാർട്ടി വരും. ഓക്കെ, 4 പാർട്ടീസ് എന്ന് പറയും. അപ്പോൾ ഇമ്പോർട്ടേഴ്സ് ബാങ്ക്, പിന്നെ ഇമ്പോർട്ടറും ഇമ്പോർട്ടറിൻ്റെ ബാങ്കും, അതാണ് ഓപ്പണിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടർ ബാങ്കാണ്. ഇമ്പോർട്ടേഴ്സ് ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആരുടെ റിക്വസ്റ്റ് പ്രകാരം? ഇമ്പോർട്ടറുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. ആർക്ക് വേണ്ടിയിട്ട്? എക്സ്പോർട്ടേഴ്സ് ബാങ്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് അത് ശരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? ടു ദ എക്സ്പോർട്ടർക്ക് വേണ്ടിയിട്ടാണ്. എക്സ്പോർട്ടർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ എക്സ്പോർട്ടർ ചെയ്യുമ്പം ഞാൻ ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞ് ബാങ്ക് അതിന് ഗ്യാരണ്ടി നിൽക്കുകയാണ്. അതാണ് LC എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇമ്പോർട്ടറുടെ ബാങ്കും വരും. അതാണ് ഓപ്പണിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. എക്സ്പോർട്ടറാണ് ബെനിഫിഷ്യറി. എക്സ്പോർട്ടറും പിന്നെ എക്സ്പോർട്ടേഴ്സ് ബാങ്ക് വരും, ബെനിഫിഷ്യറീസ് ബാങ്കും വരും. അപ്പോൾ അതാണ് പറയുന്നത്. ഇമ്പോർട്ടേഴ്സ് ബാങ്കും എക്സ്പോർട്ടേഴ്സ് ബാങ്കും വരും. അങ്ങനെയാണ് 4 പാർട്ടി എന്ന് പറയുന്നത്. അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓർത്ത് വയ്ക്കുക. ഇറ്റ് റിലേറ്റ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ് ആണ്. അതൊരു ഡോക്യുമെൻറ്റ് ഫ്രം ബാങ്ക് ഗ്യാരണ്ടിയിങ് ദാറ്റ് ദ സെല്ലർ വിൽ റിസീവ് പേയ്മെൻറ്റ് ആസ് സർട്ടൻ ഡെലിവറി കണ്ടീഷൻസ് ഹാവ് ബീൻ മെറ്റ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ആണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്? ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ. വെഞ്ചർ ക്യാപിറ്റൽ എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇറ്റലിയിലാണോ, ജർമ്മനിയിലാണോ, UK USA എന്നാണ് വന്നിട്ടുള്ളത്. വെഞ്ചർ ക്യാപിറ്റൽ എവിടെയാണോ വന്നിട്ടുള്ളത്? വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഒരു എന്താ പറയുക, പ്രൈവറ്റ് ഇക്വിറ്റിയാണ് അല്ലേ. വലിയ സംഭവങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനീസിനും അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഗ്രോത്ത് ഉള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. USA കേട്ടോ. വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണ്? USA ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ ഫോം ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റിയാണ് ആൻഡ് എ ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ഫോർ സ്റ്റാർട്ടപ്പ് കമ്പനീസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സ്മോൾ ബിസിനസ്സസ് വിത്ത് ലോങ് ടേം ഗ്രോത്ത്, ഒരുപാട് ഗ്രോത്ത് ഉള്ള ചെറിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് മുതലിന് പറയുന്നതിനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ജനറലി കംസ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് വെഞ്ചർ ക്യാപിറ്റൽ ജനറലായിട്ട് ഡീൽ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ഫോർ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആൻഡ് സ്മോൾ ബിസിനസ് വിത്ത് ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളവർക്ക്. വെഞ്ചർ ക്യാപിറ്റൽ ജനറലി കംസ് ഫ്രം ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരാണ് ഇതുമായിട്ട് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ ആണ്. ടെർമിനൽ ഡീൽസ് ഡാഷ് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ താഴെ പറഞ്ഞിട്ടുണ്ടായതാണ്. ഗിഫ്റ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ആണോ? ക്രെഡിറ്റ് കാർഡ് ഓൺലി ആണോ? ഡെബിറ്റ് കാർഡ് ഓൺലി ആണോ? ക്രെഡിറ്റ്, ഡെബിറ്റ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്സ്. ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ ഏതായിരിക്കും? ഗിഫ്റ്റ് കാർഡും ക്രെഡിറ്റ് കാർഡാണോ? എല്ലാം ഉണ്ട് അല്ലേ. ക്രെഡിറ്റ്, ഡെബിറ്റ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്സ്, എല്ലാ ടൈപ്പ് ഓഫ് കാർഡ്സും പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലിലൂടെയാണ് കടന്നു പോയിട്ടാണ് നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ ഒരു ഡിജിറ്റൽ ക്യാഷ് രജിസ്റ്ററാണ്. ദാറ്റ് എനേബിൾസ് എ മർച്ചൻറ്റ് ടു ആക്സെപ്റ്റ് പേയ്മെൻറ്റ് ഫ്രം അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മർച്ചൻറ്റിനെ സഹായിക്കുന്നു. ത്രൂ ഡെബിറ്റ്, ക്രെഡിറ്റ്, പ്രീപെയ്ഡ് കാർഡ്, QR സ്കാനിങ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ക്രീൻ ഉണ്ട്, സ്കാനർ ഉണ്ട്, പ്രിൻറ്റർ ഉണ്ട്. മേക്കിംഗ് ട്രാൻസാക്ഷൻ സ്മൂത്തർ ആൻഡ് ഫാസ്റ്റർ ഫോർ ബിസിനസ് ആണെന്ന് പറയാം. പോയിന്റ് ഓഫ് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ആ ഒരു ടെർമിനലിലൂടെയാണ്, ഡിജിറ്റൽ ക്യാഷ് രജിസ്റ്ററിലൂടെയാണ് ആ ഒരു ട്രാൻസാക്ഷൻസ് കടന്നു പോയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? പൈസ കിട്ടുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ആ ഒരു സിസ്റ്റത്തിനെയാണ് പറയുന്നത് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ. അതൊന്ന് ഓർത്തിരിക്കുക. ഡിജിറ്റൽ ക്യാഷ് രജിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ക്രെഡിറ്റും ഡെബിറ്റും ഗിഫ്റ്റ് കാർഡും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്കാനറും പ്രിൻ്ററും പിന്നെ അതുപോലെ തന്നെ QR സ്കാനിങ്ങും ഒക്കെ ഇതിലുണ്ട്. പിന്നെ ടെക്നോളജി ചേഞ്ച്. അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ടെക്നോളജി ചേഞ്ച് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റിസ്ക് ഇൻ ബാങ്ക്. ടെക്നോളജി ചേഞ്ച് ചെയ്ത ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. ലിക്വിഡിറ്റി റിസ്ക് ആണോ? ഓപ്പറേഷണൽ റിസ്ക് ആണോ? സ്ട്രാറ്റജിക് റിസ്ക് ആണോ? മാർക്കറ്റ് റിസ്ക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ടൈപ്പ് ഓഫ് റിസ്ക് ആണ്
ടെക്നോളജി ചേഞ്ച്, ടെക്നോളജിയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അപ്ഗ്രേഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ്മെൻറ്റോ ഒക്കെ അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് ക്രെഡിറ്റ്, ഓപ്പറേഷണൽ, മാർക്കറ്റ്, ലിക്വിഡിറ്റി, ഇങ്ങനെ 4 റിസ്കുകളാണ് പ്രധാനമായിട്ട് ബാങ്കിനുള്ളത്. ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്, ഓപ്പറേഷണൽ റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട്. സിൻസ് ബാങ്ക്സ് ആർ എക്സ്പോസ്ഡ് ടു എ വെറൈറ്റി ഓഫ് റിസ്ക് ഉണ്ട്, ദേ ഹാവ് വെൽ കൺസ്ട്രക്റ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് അതൊക്കെ ഒന്നൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റിസ്കുകളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റിസ്ക് എന്താണ്? ഓപ്പറേഷണൽ റിസ്ക് ആണ്. ടെക്നോളജി ചേഞ്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷണൽ റിസ്ക് ആണ്. അടുത്തത് പറയാവുന്നത്, അപ്പോൾ ഈ റിസ്കുകളൊക്കെ ഒന്ന് ക്രെഡിറ്റ്, ഓപ്പറേഷണൽ, മാർക്കറ്റ്, ലിക്വിഡിറ്റി അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ലിക്വിഡിറ്റി റിസ്ക് എന്തെല്ലാമാണ്, പിന്നെ ഓപ്പറേഷണൽ റിസ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാർക്കറ്റ് റിസ്ക് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ. വേറെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ്? ക്രെഡിറ്റിൻ്റെ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചാൽ, ഓർഡിനറി ലോൺ ആണോ, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണോ, ഡിസോണറിങ് ഓഫ് ബില്ലാണോ, FD ലോൺ ആണോ? ഏതാണ് സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ലാത്തത്? ഏതാണ്? ഡിസോണറിങ് ഓഫ് ബിൽസ് ആണ് അല്ലേ. സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് അല്ലാത്തത് ഡിസോണറിങ് ഓഫ് ബിൽസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം വന്നിട്ട് സുവിധ ആണ്. സുവിധ എ ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ബാങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. സുവിധ ആരുടെ ലോൺ സ്കീമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ലോൺ സ്കീമാണ് സുവിധ? സുവിധ ഒരു മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ലോൺ സ്കീമാണ്. ആരുടെ? കേരള ബാങ്കിൻ്റെയാണ് കേട്ടോ. സുവിധ ലോൺ സ്കീം മുമ്പും ചോദിച്ചിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെയാണ് സുവിധ. ഒരു സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും മുമ്പ് കണ്ടിട്ടുണ്ട്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സുവിധ ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കേരള ബാങ്കാണ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ലോൺ സ്കീമാണ് കേരള ബാങ്കിൻ്റെ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സുവിധ ലോൺ സ്കീം കഴിഞ്ഞാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.